മാസപ്പടി കേസിൽ ടി വീണയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഇഡി ഇന്ന് ചോദ്യം ചെയ്യലിന് ആകാത്തതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് ഇഡി മേധാവി രാഹുൽ നവീനും കൈമാറിയിട്ടുണ്ട്. അടുത്തയാഴ്ച ഹാജരാകാൻ വീണ്ടും സമൻസ് നൽകും. ചോദ്യം ചെയ്യലിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾക്കായാണ് വീണ ചോദ്യം ചെയ്യൽ നീട്ടുന്നതെന്നാണ് ആക്ഷേപം. മാസപ്പടിക്കേസിൽ പഴുതടച്ച അന്വേഷണം വേണമെന്നും കൂടുതൽ തെളിവുകൾ മുൻനിർത്തി ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കണമെന്നും ഇഡി മേധാവി രാഹുൽ നവീൻ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് രേഖകളും SFIOയ്ക്ക് ലഭിച്ച നിർണായക മൊഴികളും മുൻനിർത്തിയായിരുന്നു ടി വീണയ്ക്ക് സമൻസ് അയച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞുമാറിയതെങ്കിലും പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കൃത്യമായ നിയമോപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചതനുസരിച്ചാണ് ചോദ്യം ചെയ്യൽ നീട്ടുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇതിനിടെ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകളും നടത്തുന്നു. നേരത്തെ SFIO ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണം വഴിതെറ്റിക്കുന്നതും അവ്യക്തമായ മറുപടികളുമാണ് ലഭിച്ചത്. എന്നാൽ SFIOയ്ക്ക് ലഭിച്ച മൊഴികളിൽ ചിലതിൽ കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇഡി കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം. വീണ CMRലെ ഉന്നതരുമായി ഏതെങ്കിലും ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. CMRലും വീണയുടെ എക്സാലോജി കമ്പനിയും നടത്തിയ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. ജനം, കൊച്ചി.